everyone, on the next video എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബൈ നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നടത്തിയുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ലേണിംഗ് പേപ്പേഴ്സ് ലെവൽസ് ആണ് ലേൺ ചെയ്യാൻ നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ ഇത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ ഞാൻ പറയുകയും ചെയ്തു മാർക്കറ്റ് ഞാൻ ഇവിടെ കൺസൾട്ടേഷനാണ് കാണുന്നത് ഫസ്റ്റ്. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഷെയർ ചെയ്തത് കണ്ട ഈ റെഡ് പോയിൻറ്റിൻ്റെ ട്രയാങ്കിൾ ഉണ്ടാക്കി ഷെയർ ചെയ്തായിരുന്നു. മീൻസ് പ്രൈസ് മേ ബി ചാൻസസ് ഉണ്ട് ഇവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കി ദെൻ ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് ഉണ്ടാകും. പ്രൈസ് എന്ത് ചെയ്തു, അതിൻ്റെ അബവാണ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എന്തോ ഉണ്ടാക്കി. ഇവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കിയില്ല, ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഫോർത്ത് തീർന്നു, ഇത് ഫിഫ്ത്ത് ആണ്. റൈറ്റ്, ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് നമ്മൾ നോക്കുക നമ്മുടെ സ്ട്രക്ചർ എന്താണ്. ഇത് 1, ഇത് 2, ഇന്നലെ ഇത് 3, ഇത് 4ൻ്റെ ബേസ്, ഇത് ഫുൾ ഫിഫ്ത്ത് ആണ്. കണ്ട ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇത് ഫിഫ്ത്തിലേക്കാണ്. ഇത് 4 ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ പ്രൈസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്തെങ്കിലും ഓപ്പണിംഗ് ഞാൻ കാണുന്നുണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്ത ഫ്ലാറ്റാണ്, അത് നേരെ ഗ്യാപ്പ് അപ്പ് ആയി ആൻഡ് ഫിഫ്ത്തിലേക്ക് കണ്ടിട. ഇത് സ്റ്റിൽ ഫിഫ്ത്ത് ആണ്, മനസ്സിലായി. ഇത് സ്റ്റിൽ ഫിഫ്ത്ത് ആണ്. അപ്പോൾ നമുക്കിനി റീഡ് ചെയ്യാനുള്ളത് ആകെ ഇന്നത്തെ ഈ സ്ട്രക്ചർ ഗ്യാപ്പ് അപ്പ് ആണുള്ളത്, ഇത് മാത്രം. സോ പ്രൈസ് ഇവിടെ കണ്ട സ്മോൾ ടൈം ഫ്രെയിം വരിക, ഇന്നത്തെ സ്ട്രക്ചർ മാത്രം നോക്കുക. കണ്ട പ്രൈസ് പെർഫെക്റ്റ് ആണ്. വാട്ടർ ട്രാപ്പാണ്. ഇത് 1, 2, 3, ഇത് ഫുൾ 4, 2യുടെ ജസ്റ്റ് ലോഡ് എവിടെ കണ്ട ഇതാണ്. ശ്രദ്ധിക്കുക, മസ്റ്റ്. ഫിഫ്ത്തിൻ്റെ ഇവിടെ ഫോർത്ത് തീർന്നല്ലോ, സോ ഫിഫ്ത്ത് സ്റ്റാർട്ട് ആയില്ലോ. ഫിഫ്ത്തിൻ്റെ 1, ഫിഫ്ത്തിൻ്റെ 2, ഇത് ഫുൾ 3, ഇത് ഫുൾ 4 ഇത് 2യുടെ ലോ ബ്രേക്ക് ഇല്ല ആൻഡ് ദെൻ ഷാർപ്പ് ഫിഫ്ത്ത്. വോ, ഭയങ്കര വലിയ ട്രാപ്പായിരുന്നു അത്. വേണ്ട 2 എപ്പോഴും അത് പറയാറുണ്ട്, 2യുടെ ലോ ആണ് മോസ്റ്റ്ലി ചാൻസസിന്. 2യുടെ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ പ്രൈസ് പിൻ പോയിൻ്റ് അവിടെ വന്നു, 2യുടെ അവിടെ ആൻഡ് ബൂമായി. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഞാൻ ഇവിടെ ട്രയാങ്കിളാണ് എക്സ്പെക്ട് ചെയ്തത്. ഞാൻ 2-3 വീഡിയോ എടുത്ത് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ഓഫ് ഇങ്ങനെ ട്രയാങ്കിളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് പ്രൈസ് എന്ത് ചെയ്തു, 480 ഞാൻ നമ്മുടെ ഇതിനകത്ത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു. 480 നിയർ ഞാൻ സപ്പോർട്ട് കാണുന്നുണ്ട്. ട്രയാങ്കിൾ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ, പ്രൈസ് തിരിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം. പ്രൈസ് എന്ത് ചെയ്തു, അതിൻ്റെ ബ്രേക്ക് ഡൗൺ കാണിച്ചു. ഈ ട്രയാങ്കിളിൻ്റെ താഴേക്ക് വന്നു ആൻഡ് വീണ്ടും മുകളിലേക്ക്. സോ അതെങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു ചാനൽ ഡബിൾ കറക്ഷൻ, ഇതായിരുന്നു അതൊരു ഡബിൾ കറക്ഷൻ. അത് വേറെ ടൈപ്പ് ഓഫ് ലെവലാണ്. മീൻസ് ഫോർത്തിൽ അത് റെയർലി ഫോം ചെയ്യുന്നു ഡബിൾ കറക്ഷൻ. അങ്ങനെ ഡബിൾ കറക്ഷൻ മോസ്റ്റ്ലി അത് വാല്യൂബിൾ അല്ല. സോ അതായിരുന്നു അത്. ബട്ട് എപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് 2യുടെ ലോ കണ്ട, 2യുടെ ലോ അവിടെ വരെ കൊണ്ടുവന്ന് ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല 2യുടെ ലോ ആൻഡ് പ്രൈസ് ഫിഫ്ത്തിൽ ബൂം ആൻഡ് തേർഡ് ആൻഡ് ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡൺ ആണ് ഐ ഫീൽ. സോ ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ് ഇങ്ങനെയല്ലോ 261.80% ആണ്. മാക്സിമം 361% ഒരു റേഷ്യോ വരെ കൂടിയാണ്. നോക്കാം നമുക്ക് നാളെ. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്, ഇനി നമുക്ക് ഫിഫ്ത്തിൻ്റെ ഈ ഫിഫ്ത്ത് ലെഗ്, ഈ ലാസ്റ്റ് ലെഗാണ് ഇപ്പോൾ നോക്കാനുള്ളത്. ഓക്കെ, ഈ പോയ ഈ റാലി. ഓക്കെ, ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ പോയങ്ങനെ ഈ മൂവ് മാത്രമേ നമുക്ക് നോക്കാനുള്ളതാണ്. ഓക്കെ, സോ നാളെ പ്രൈസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്താ ഓപ്പണിംഗ് നോക്കുക. ഓക്കെ, ഫസ്റ്റ് 50% ആണ് നമ്മൾ സപ്പോർട്ട് ഏരിയ. ഇത് ബ്രേക്ക് ചെയ്ത further downside 61.80% and 81.20% ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ബിയറിഷ്നെസ് ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ ലെഗിൻ്റെ ഫുൾ നോക്കുക. ഇത് പ്രൈസ് ഇങ്ങനെ 1, 2, 3, 4 ആണെങ്കിൽ ഇവിടെ തന്നെ റിവേഴ്സൽ തരേണ്ടതാണ്, അല്ലെങ്കിൽ ക്യാപ്പ് അപ്പ് ആവേണ്ടതാണ്. കാരണം ഈ ലാസ്റ്റ് ലെഗ് ഉണ്ട്. ഓക്കെ, നോക്കാം എങ്ങനെ, കാരണം വെച്ചാൽ അത് ഈ റീട്രേസ്മെൻറ്റ് ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫിഫ്ത്ത് മോളിലേക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. ശ്രദ്ധിക്കുക, നോക്കിയിട്ട് വേണം അതിൻ്റെ ഒരു ഇതെടുക്കാൻ, ലെവൽസൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഫോർദർ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ്. നാളെ ഓപ്പണിങ്ങിൽ ഡിപ്പെൻഡ് ആയിരിക്കുള്ളൂ. ഫോർദർ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ഇവിടുന്ന് 1, 2, 3, 4 and 5 ഈ ലെഗ് പിടിക്കുക. 261.80% അബവ് പോകണമെങ്കിൽ വീണ്ടും ബുള്ളിഷ്നെസ് വരും. ഓക്കെ, നമുക്ക് ഒരു റേഷ്യോ കൂടി ആഡ് ചെയ്യുക 361.80%. ഓക്കെ, മാക്സിമം അത്രേ പോകാറുള്ളൂ ഫിഫ്ത്ത് വേവ്. 361.80% റേഷ്യോ ഇതിനകത്ത് ആഡ് 1-2 പേര് ചോദിച്ചായിരുന്നല്ലോ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൽ പോകാം 361.2. സോ എന്ത് ചെയ്യുക 3.6180. ഓക്കെ, 361.80% ആഡ് ചെയ്ത് ഇത് കണ്ട അതാണ് ഈ ലെവൽ വരുന്നത്. സോ ഇത് കട്ട റെസിസ്റ്റൻസ് ആയിരിക്കും. മേ ബി പ്രൈസ് അവിടെ വരെ പോവുകയാണെങ്കിൽ 24,009 അത് റൗണ്ട് നമ്പർ കൂടിയാണ്. 26,000 ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു. സോ ഫിഫ്ത്ത് അവിടെ തീരേണ്ടതാണ് ഐ ഫീൽ. സോ ഫിഫ്ത്ത് വേവ് അവിടെ തീരേണ്ടതാണ് 26,000.
ഓക്കെ. ബട്ട് അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയാൽ മാത്രമേ നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. പ്രൈസ് ഇപ്പോൾ ബുള്ളിഷാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ, ബിഗർ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ സ്റ്റോർ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഓക്കെ. സോ സപ്പോർട്ട് ചെയ്തായി ആൻഡ് 81.20 ഞാൻ ഡിലീറ്റ് ചെയ്തു. അതൊന്നുകൂടി മാർക്ക് ചെയ്തു. അതായിരിക്കും ഡിപ്പെൻഡ്, മീൻസ് അതിൽ ഡിപ്പെൻഡ് ആയിരിക്കും എല്ലാം കൂടി. ഈ ലെഗിൻ്റെ 81 പോയിൻറ്റ് അത് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ലെവൽ 25,690. ഓക്കെ. ഇത് ഹോൾഡ് ചെയ്യില്ലെങ്കിൽ ഫോർ ദ ബിയറിഷ് ഡിഗ്രി ഫോളിലേക്ക് എൻ്റർ ആവും പ്രൈസ്. രണ്ട് സിനാരിയോ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് സപ്പോർട്ട് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് 26,000, ദാറ്റ് മീൻസ് ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ റൈറ്റ്. 25,900 950 ട്രെയിലിംഗ് ചെയ്യണം കേട്ടോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നേരെ ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലേക്ക് പോകും. 26,000 അവിടെ ഡിഗ്രി കംപ്ലീറ്റ് ആവും. മറ്റേ ഇത് ഓപ്പണിംഗ് ആണെങ്കിൽ എന്താ പറയുക, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 25,590 ക്രൂഷ്യലായിരിക്കും. 590 ബില്ലുവാണെങ്കിൽ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും ഫോർ ഓവറോൾ ഈ ഡിഗ്രിയുടെ ഫുൾ ഇത് ഡിഗ്രി കംപ്ലീറ്റ് ആയി തന്നെ. ഓക്കെ. സൂക്ഷിക്കുക. നാളത്തേക്ക് രണ്ട് സൈഡ് നമുക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ. ഇന്ന് സിംഗിൾ സൈഡ് ആയിരുന്നുള്ളൂ, കാരണം വെച്ചാൽ 5th 4th ആയിരുന്നുള്ളൂ. ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നുള്ളൂ ഇത് 4th ആണ്. 5th നമുക്ക് മോസ്റ്റ്ലി ചാൻസ് ഉണ്ട് അപ്പ് സൈഡ് കിട്ടാനുള്ള ചാൻസ്. സോ 5th ഫുള്ളിലേക്കാണ് ഇപ്പോൾ മോസ്റ്റ്ലി. ഓക്കെ. ഇനി വേഗം ബാനിഫ്റ്റി ലെസസ് എടുക്കാം. ഇതിനകത്ത് 1 2 3 4 5 ഇത് സെക്കൻഡ് ആയിരുന്നു ഐ തിങ്ക്. ബാനിഫ്റ്റി ഇപ്പോൾ ഞാൻ കാണുന്നത് ഇത് 1 2 3 4 and 5. ഓക്കെ. സോ 5 കഴിഞ്ഞാൽ 1 ആയി. ഇത് 2 ABC ആയിട്ട് താഴേക്ക് 2 വന്നു. ഇത് 3 ആണ്, സ്റ്റിൽ 3 ആണ് കേട്ടോ. ആൻഡ് വീണ്ടും 4 and 5 നമുക്ക് കിട്ടും. ബട്ട് സ്റ്റിൽ 3 തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ ബാനിഫ്റ്റിയുടെ ബ്ലാക്ക്. സോ ബാനിഫ്റ്റിയുടെ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് ദെൻ സ്മോൾ ടൈം വരെയും വരിക. ബാനിഫ്റ്റി നിഫ്റ്റിയുടെ പോലെ തന്നെ ഇത് പോയാൽ ഇത് 1 2 3 4 and 5. സോ ഇതിൻ്റെ 50% റേഷ്യോ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. ഓ പെർഫെക്റ്റ് ആണല്ലോ ഇന്നത്തെ ലോ. സോറി ഈ ലോ പോയാൽ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. ബാനിഫ്റ്റിയിൽ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ആ ദിവസം ഇവിടെ എവിടെയെങ്കിലും പോസ് എടുക്കേണ്ടതാണ്. ഓക്കെ. നോട്ട് ഹ്യൂജ്. ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ബാനിഫ്റ്റിയിൽ. ഡിസൈഡർ 25,800. സോ പ്രൈസ് ഇവിടെ സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും. സെൻസെക്സിൽ വരിക. സെൻസെക്സ് സൂപ്പർ ഓസം നിഫ്റ്റിയുടെ പോലെ തന്നെ. ഓക്കെ. ഈ ലോ ആണ് ഇനി ഡിസൈഡർ. റെസിസ്റ്റൻസ് ഓൾറെഡി ഇതിനകത്തൊക്കെ റെസിസ്റ്റൻസ് മാർക്കാണ്. ഈ നിഫ്റ്റിയുടെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഷോർട്ട് കവറിങ് കാണിച്ചല്ലോ ഇന്ന്. 81.20% ആൻഡ് 50% രണ്ട് റേഷ്യോ ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ. സെൻസെക്സ് ആയി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തൊക്കെയാണ് 81.20% കണ്ടാവും. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട് പെർഫെക്റ്റ്ലി. കണ്ടാം. ഇതാണ് 81.20%. ഇനി ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ഡിലീറ്റ് ചെയ്യുക. സ്മോൾ ടൈം ഫ്രെയിം വരിക. ബൗൺസ് ഇതിങ്ങനെ 1 2 3 4 5 ആയിട്ടാണ് ബൗൺസ് മുകളിലേക്ക് പോകുന്നത്. കണ്ട ഇവിടെ നിന്ന് ബൗൺസ് സ്റ്റാർട്ട് ആയില്ലോ. 50 minutes ടൈം ഫ്രെയിം 1 2 3 ഇത് ഫുൾ 4 ആൻഡ് മുകളിലേക്ക് ഇപ്പോൾ പോകുന്നത് 5 ആണ്. ഓക്കെ. 5ൻ്റെ ടാർഗറ്റ് നോക്കാനാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ. ശ്രദ്ധിക്കുക. സോ ഇതിൻ്റെയും 5th ഇത് 1 2 3 ഇത് 4 ആൻഡ് ദെൻ 5th. മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സിലും എനിക്ക് കാണുന്നത് എന്താണ്, ഇത് കണ്ട ബൗൺസ് 1 ഇത് 2 ഇത് 3 മേ ബി ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് 4 ആൻഡ് ദെൻ വീണ്ടും 5th. അങ്ങനെയാണ് മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സസ് കാണുന്നുണ്ട്. സോ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്തായി. ആൻഡ് സപ്പോർട്ടിൽ ഓൾറെഡി ഐ തിങ്ക് ഇവിടെ ഉണ്ടാകും. എല്ലാ ഇൻഡെക്സിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് ഫ്ലാറ്റ് ഓപ്പണിംഗ്, ചെറിയ നെഗറ്റീവ് ഫ്ലാറ്റ്, ചെറിയ ഡൗൺ ആൻഡ് ദെൻ വീണ്ടും അപ്പ് ടു ന്യൂ ഹൈ. അങ്ങനെയാണ് കാണുന്നത്. ഒരു ലാസ്റ്റ് ലെഗ് അപ്പ് സൈഡിലേക്ക് നോക്കാം എങ്ങനെയാണ് സിറ്റുവേഷൻ. ആ ഡിസൈഡർ ലെവൽ ഞാൻ ഓൾറെഡി എല്ലാത്തിനും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതായിരിക്കും. ഓക്കെ. ഇനി വേഗം ക്രൂഡ് ഓയിൽ കിടക്കാം. ക്രൂഡ് ഓയിൽ ഇനി NG കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. 2 പേര് NG നമുക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. NGയുടെ കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം. വേഗം പറയാം. NGയുടെ ഐ തിങ്ക് ക്രൂഡ് ഓയിലിന് ട്രയാങ്കിൾ ടൈപ്പിൻ്റെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ക്രൂഡ് ഓയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ഇന്നലെ ഞാൻ പറയുന്നത് ഇതൊരു എനിക്ക് 4th ഇതാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. 1 2 3 4 കൺസോളിഡേഷൻ സപ്പോർട്ട്സ് ഉണ്ട്. ഓക്കെ. സോ മേ ബി ഒരു ചാൻസസ് ഉണ്ട് ക്രൂഡ് ഓയിൽ ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ക്രൂഡ് ഓയിൽ
ട്രയാങ്കിൾ മേ ബി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, വെയിറ്റ് ചെയ്യണം. കംപ്ലീറ്റ് എ ബി സിയുടെ സ്ട്രക്ചർ ഫുൾ മനസ്സിലായത് കണ്ട ABCDE എന്തെങ്കിലും ഷാർപ്പ്ലി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും ഒരു ട്രാപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇപ്പോൾ ട്രയാങ്കിൾ ക്രൂഡ് ഓയിലിൻ്റെ അകത്തിൻ്റെ ക്രൂഡ് ഓയിൽ. ഇതാണ് ഫോർ ഈ ഒരു സിറ്റുവേഷന് ലെവൽസ് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് NGയിലേക്ക് പോകാം. NG ഇതാണ് NGയുടെ ചാർട്ട്. ഐ തിങ്ക് 1 2 3 4 5 and 2 and 3. ഓക്കെ, NG ഞാൻ കൂടുതലൊന്നും നോക്കാറില്ല, ബട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ്. NG നമുക്ക് നോക്കാം. കൂടുതൽ ഇതിനകത്ത് കുറച്ച് ട്രാക്ക് ചെയ്യേണ്ടി വരും, അപ്പോൾ അറിയാൻ പറ്റും. 1 2 3 4 5, ഇത് 2 ഇത് 3. സോ NGയുടെ ഈ സപ്പോർട്ടാണ് മെയിൻ. ഓക്കെ, 2 ഡേ ലോ. ഓക്കെ, ഞാനിപ്പോൾ റീഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. NG ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ടായത് 1 2, ഇത് 3, ഇത് 4, മേ ബി വീണ്ടും ഒരു 5th. ഓക്കെ, പ്രോപ്പർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ലോ, ഇത് 1, ഇത് 2, ഇത് 3 and 4. ബട്ട് 2 ഡേ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കുക, 2 ഡേ ലോ ബ്രേക്ക് ചെയ്യുക. 2 ഡേ ലോ ബ്രേക്ക് ചെയ്യുക, ദറ്റ് മീൻസ് സ്ട്രക്ചർ പിന്നെ വീക്കായി. ഇതാണ് ഐ ഫീൽ സോ 2 ഡേ ലോ. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, 2 ഡേ ലോ എപ്പോഴും മസ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. 61.80% മാക്സിമം കാണുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഫർദർ ബുള്ളിഷ്നെസ് ഓർ അല്ലെങ്കിൽ ഇത് വീക്ക്നെസ് ആണ്. ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ നിന്ന് കൗണ്ട് ചെയ്തിട്ട് മുകളിലേക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് 1 2 3 4 വൈറ്റ് മുകളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഫസ്റ്റ് വേവിൻ്റെ ഹൈ അങ്ങനെ നോക്കുക. ഓക്കെ, അങ്ങനെ റീഡ് ചെയ്യുക കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുക. താങ്ക്സ്.